ഇന്ന് നമുക്ക് ഷെഫ് പിള്ളയുടെ ഏത്തപ്പഴം പുതപ്പിച്ചത് ഉണ്ടാക്കി നോക്കാം. ഞങ്ങൾക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പിക്ക് ഏത്തപ്പഴം മാത്രമല്ല അതിൽ ചക്കപ്പഴം കൂടെ ആഡ് ആക്കുന്നുണ്ട്. ഇനി നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യം പഴം കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് ചക്കയും കൂടെ അരിഞ്ഞ് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ചക്ക വാട്ടിയെടുക്കാം. ചക്ക ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് പഴം കൂടെ അതിലേക്ക് ഇടാം കേട്ടോ. അതൊന്ന് നിറം മാറി വരുമ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ച് ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് അത് കാരമലൈസ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു നുള്ളു ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം. അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് പാനിലേക്ക് ഒഴിക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ആ നെയ്യുടെയും ഏലക്കാപ്പൊടിയുടെയും ചക്കയും ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ചക്കപ്പഴം പുതപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി അപ്പത്തിനും ബ്രെഡിനും ഇടിയപ്പത്തിനൊപ്പം കഴിക്കാനാണ് ഷെഫ് പിള്ള പറയുന്നത്. ഞങ്ങൾ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. നല്ലൊരു റെസിപ്പി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.